ആൾക്കാരുണ്ട്, പൊന്നുണ്ട്, പണമുണ്ട്, സന്തോഷം മാത്രമാ മനക്കലില്ല. ഉണ്ണി പിറക്കാത്ത ദുഃഖത്തിൽ കഴിയുന്നു ശിവഭക്തരാം തമ്പ്രാനും തമ്പ്രാട്ടിയും. ഗുരുരാമിൻ ശയനത്തിൽ ശിവദർശനേ സ്വപ്നം തമ്പ്രാട്ടി ഉണർന്നോ പുലരിയായി. കോഴിമാരൊത്തു നീരാടാൻ യാത്രയായി ആ പൊൻപുലരി കുളിക്കടവിൽ ഒരു പൈതൽ ശിവദേവൻ നൽകിയ നിധിയല്ലയോ. മനക്കനോ സന്തോഷം അലകൽവി. ഉണ്ണി വളർന്നു ബാലനായി കൗമാരം പടിവാതിൽ എത്തി നിന്നു. മാറുന്നു ഭാവങ്ങൾ രീതികൾ ഉണ്ണിക്കു കൂട്ടുകാരടിയാളന്മാർ. കടവിനക്കരെ പറച്ചിയൂരിൽ അടിയാളത്തിൻ്റെ കൂട്ടുകൂടി. തോട്ടിൽ ചൂണ്ടയിട്ടു കാട്ടിൽ നായാടി കല്ലുമോന്തി മാംസം കഴിച്ചിടുന്നു. മുടിച്ചിടുമല്ലോ ഓവിഷ്ടയാകുന്നു തമ്പ്രാട്ടി. ഉണ്ണിയെ മച്ചിൽ ബന്ധിക്കുന്നു. ജലപാനം നൽകില്ല പൊന്നുണ്ണി ഗുരുത്തക്കേടുകളേറെയായി. അല്പം കഴിഞ്ഞപ്പോൾ അമ്മ തൻ മാനസം സ്നേഹമായി പിന്നെ വാത്സല്യമായി. മനക്കനെ മച്ചിനെ എത്തിയ അമ്മ പറപ്പുരവാതിൽ തുറന്നു നോക്കി. ആകെ സ്തംഭിച്ചു തമ്പ്രാട്ടി. ഉണ്ണി വളർന്ന മച്ചും തകർന്ന് കാണാനില്ല. പരിഭ്രമിച്ചോടി തമ്പ്രാട്ടി പടിപ്പുരവാതിൽക്കൽ എത്തി നിന്നു. മനക്കരെ മച്ചും തകർത്തുണ്ണി ദൈവമായി മാറി. മനക്ക് മുകളില തലയിൽ ജ്വലിക്കുമെന്നോളം ഭയന്നൊര തമ്പ്രാട്ടി നോക്കാനാവാതെ കൈകൾ കൂപ്പി നിന്നു. അലറുന്ന ഉണ്ണി അമ്മയോട് ചൊല്ലി മനുഷ്യനു ജാതിയൊന്നാണ്. അടിയാളം പറയത്തു ദൈവമാകും ഞാൻ. മുത്തപ്പൻ ദൈവമായി ഇറഞ്ഞാടും. ദൈവമായാലും അമ്മയ്ക്കു നീ ഉണ്ണി. ഈ അഗ്നിഗോളത്താൽ ഉണ്ണി നിൻ മുഖം ഒന്നു കാണാനില്ല. കണ്ണുകൾ മൂടി മുത്തപ്പനായി നീ ദർശനം നൽകൂ പരശിനിക്കടവിൽ. അന്ന് തൊട്ടിന്നോളം പരശിനിക്കടവിൽ അനുഗ്രഹിച്ചിടുന്നു മുത്തപ്പൻ ദൈവം. ദുരിതങ്ങൾ നീക്കി സൗഖ്യം നൽകി അനുഗ്രഹിച്ചിടുന്നു.